ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടുണ്ടോ? ഇക്കറി ചിലപ്പോൾ വന്ന് കാണും. മുതലമട റെയിൽവേ സ്റ്റേഷൻ പാലക്കാടുള്ളതാണ്. നിരവധി ഹിറ്റ് സിനിമകളുടെ ലൊക്കേഷനാണത്. മേഘം, വെട്ടം അങ്ങനെയുള്ള സിനിമകളുടെ ലൊക്കേഷൻ. അത് മാത്രമല്ല ഒരുപാട് സിനിമയുണ്ട്. ഇപ്പോൾ രണ്ടാം തവണ ഞാൻ വരുന്നത്. അപ്പോൾ പാലക്കാട് ഒരുപാട് സ്പോട്ടുകളുണ്ട്. അതിലൊന്ന്, അതായത് ഒരുപാട് സ്പോട്ടുകൾ എന്ന് പറഞ്ഞാൽ വന്ന് കാണേണ്ട സ്പോട്ടുകളുണ്ട്. അതിലൊന്നാണ് ഈ ലൊക്കേഷൻ, മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം. ഞാൻ ആദ്യം വരുന്ന സമയത്ത് ഇവിടെ കടുത്ത നിയന്ത്രണമുണ്ടായിരുന്നു. കഷ്ടപ്പെട്ടാണ് അതിൻ്റെ അകത്ത് കയറിയത്. അപ്പോൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർക്കാർ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയ സർക്കാരിന് നല്ലൊരു വരുമാന മാർഗ്ഗമാകും. ഇന്നിപ്പോൾ വരുന്ന സമയത്ത് ഞങ്ങൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് സുഖമായിട്ട് കയറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ അന്ന് കാണാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല മഴയേണ്ടി വലിയ ഒരു കാണാനൊരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു. അതിൻ്റെ മുഖ്യ ആകർഷണം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആൽമരം ഉണ്ടല്ലോ, ആൽമരത്തിൻ്റെ ആ വേര് ഇറങ്ങി കിടക്കുന്ന ആ കാഴ്ച നല്ല ഭംഗിയാണ്. പിന്നെ ഒരുപാട് സിനിമ ലൊക്കേഷൻ കൂടിയാണ്. അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കാണുകയും ഇത് ആസ്വദിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഓണ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1898 ഇത് ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത്. 6:40 ഒരു ട്രെയിൻ ഉണ്ട് തമിഴ്നാട്ടിലേക്ക്. തിരിച്ചത് 8:25 വരും. അപ്പോൾ രാത്രിയാകുന്നതിൻ്റെ പേരിൽ ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴത്തേനും ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സമയമല്ല. പക്ഷേ രാവിലെ 6:40 എന്ന് പറയുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സമയമാണ്. ഇതിലൂടെ ട്രെയിൻ യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പാലക്കാട് വരണമെങ്കിൽ തീർച്ചയായിട്ടും വന്ന് പോകേണ്ട, കാണേണ്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. എപ്പോൾ വന്നാലും അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. ഈ കാണുന്ന വീഡിയോ ഞാൻ ആദ്യം സന്ദർശനത്തിലെടുത്ത വീഡിയോ ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരും. അതുവരെ നമസ്കാരം.